നമസ്കാരം. നമ്മുടെ ഡോക്ടർ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുട്ടിന്റെ തേയ്മാനം, എല്ലിന്റെ തേയ്മാനം, അസ്ഥിക്ഷയം എന്നീ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡോക്ടർ ലൈവിൽ സംസാരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഡോക്ടറുമായി ചോദിച്ചറിയാം. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം സർജനായ ഡോക്ടർ നിഖിൽ CS ആണ് ഇന്ന് നമ്മുടെ ഡോക്ടറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. കൂടുതലായി നേരത്തെ ഡോക്ടർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അന്നേരം സർജറിയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് കൂടുതലായി ഈ തേയ്മാനത്തെക്കുറിച്ച് കൂടുതലായി അറിയാനുണ്ട്. എന്താണ് ഡോക്ടർ ഈ മുട്ടിൻ്റെ തേയ്മാനം? മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ടിൻ്റെ എല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള കാർട്ടിലേജ്, ആ കാർട്ടിലേജ് കവറിങ്ങിൻ്റെ തേയ്മാനമാണ് ആക്ച്വലി നമ്മൾ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത്. ഇത് ഒരു വയസ്സായി വരുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കണ്ണിൽ തിമിരം ബാധിക്കുന്നത് പോലെയുള്ള ഒരു വളരെ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ചേഞ്ചാണ്. ഒരു അസുഖമായിട്ട് ഈ മുട്ട് തേയ്മാനത്തെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. പ്രായമായി വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ മുട്ടിൻ്റെ തേയ്മാനം. പിന്നെ ചില ആളുകളിൽ അത് കുറച്ച് നേരത്തെ വരും. ഏറ്റവും കൂടുതലായിട്ടത് കാണുന്നത് സാധാരണ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന മുട്ട് തേയ്മാനം തന്നെയാണ്. പിന്നെ ആമവാദം അഥവാ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖം വരുമ്പോൾ, പിന്നെ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ മുട്ടിന് ചുറ്റുമുള്ള പരിക്കുകൾ കാരണമോ അവരുടെ ഈ അഗ്രഭാഗത്തുള്ള കാർട്ടിലേജ് തേഞ്ഞു പോവുകയും അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് നേരത്തെ, സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് നേരത്തെ ആയിട്ടും ഈ തേയ്മാനം വരാറുണ്ട്. ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ തേയ്മാനത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വേദനയാണ്. മുട്ടിന് ചുറ്റുമുള്ള വേദന, അസഹ്യമായ കടച്ചിൽ, അതുപോലെ തന്നെ മുട്ടിന് ചുറ്റും നീര് വയ്ക്കുക, ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന ദിവസങ്ങളിലായിരിക്കും മുട്ടിൻ്റെ വേദനയും നീർക്കെട്ടും ഒക്കെ കാണാറ്. പിന്നെ പോയി വരുമ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ സമയത്തും വേദന അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത് എത്താറ്. ഏത് പ്രായക്കാർക്കാണ് ഡോക്ടർ കൂടുതലായിട്ട് മുട്ടിൻ്റെ തേയ്മാനം ഉണ്ടാകാറുള്ളത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഒരു പ്രായത്തിൻ്റെ ഒരു മാറ്റമാണ് ഈ മുട്ടിന് തേയ്മാനം. അപ്പോൾ പ്രായമായുള്ള ആളുകൾക്ക് ആണ് കൂടുതലായിട്ട് കാണാറ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര പ്രായം ആവാത്ത ആളുകളിലും മുട്ടിന് എന്തെങ്കിലും പരിക്കുകയോ, അതായത് അതിൻ്റെ മെനിസ്കൽ ടയർ അല്ലെങ്കിൽ ACL ഇഞ്ചുറി, ലിഗമെൻ്റ് ഇഞ്ചുറി, ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്കും മുട്ടിന് ചുറ്റും ആക്സിഡൻറ്റ് കാരണമോ എന്തെങ്കിലും കാരണമോ പരിക്കൊക്കെ ഉണ്ടായ ആളുകൾക്കും കുറച്ച് നേരത്തെ കാണാറുണ്ട്. ഞാൻ ഡോക്ടറിലേക്ക് വരാം. ഇപ്പോൾ പാലക്കാട് നിന്ന് നിസാമുദ്ദീൻ എന്ന പ്രേക്ഷകനൊപ്പം ചേരുന്നുണ്ട്. നിസാമുദ്ദീൻ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ കൂടെയുണ്ട്. നിഖിൽ CS ആണ്, ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ. ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. പറയൂ നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ, TV-യിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറായിട്ട് സംസാരിക്കുക കേട്ടോ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, ഞാനൊരു കർഷകനാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തനമുണ്ട്, സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ്. ഓക്കെ. ഞാൻ കൂടുതൽ ഈ 2 വീലർ ഓടിച്ചുകൊണ്ടാണ് എന്റെ സാമൂഹ്യ പ്രവർത്തനം, മറ്റ് രാഷ്ട്രീയ പൊതുപ്രവർത്തനം എല്ലാം. ഓക്കെ. അപ്പൊ ഈ ബൈക്ക് ഓടിക്കുന്നത് കൊണ്ട് മുട്ടുവേദനയോ ഇങ്ങനെ സന്ധിവേദന, നടുവേദന കൂടുതലാകാൻ ചാൻസ് ഉണ്ടോ സാർ? ബൈക്ക് ഓടിക്കുന്ന കാരണം, സോറി നിസാമുദ്ദീൻ എത്ര പ്രായം എത്രയായി? എനിക്ക് 56 വയസ്സായി. മുട്ടിന് വേദന ആദ്യം ഉള്ളതാണോ? അല്ല, ഒരു 3-4 വർഷമായിട്ട് കടുത്ത വേദനയായിട്ട് ഞാൻ പല മരുന്നുകളും ഡോക്ടറെ കണ്ട് കഴിച്ചു നോക്കി. പക്ഷെ ഒരു സമാധാനമൊന്നുമില്ല. വീണ്ടും മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കടുത്ത വേദനയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ തേയ്മാനത്തിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഈ ബൈക്ക് ആയുർവേദമാണോ സാർ, അലോപ്പതി ആണോ സാർ ഇതിൽ ഏറ്റവും നല്ല മാർഗം? ആയുർവേദത്തെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷേ അലോപ്പതിയിൽ ഇതിൻ്റെ പ്രാരംഭ സ്റ്റേജുകൾ, അതായത് ആദ്യത്തെ സ്റ്റേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ചികിത്സകളൊക്കെ ലഭ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് ഞാൻ അതിനെ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ പ്രായമായി വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവർക്കും വരുന്ന ഒരു തേയ്മാനവും കാര്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ തന്നെ ആവട്ടെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് ആ തേയ്മാനം കംപ്ലീറ്റ് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മരുന്നുകളും ചികിത്സകളും ഒക്കെ ഈ തേയ്മാനം കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഇതിന് ശാശ്വത പരിഹാരമല്ല, താൽക്കാലിക ശമനം മാത്രമേ ഉള്ളൂ ഈ അലോപ്പതി മരുന്നും ഉണ്ട് അല്ലേ സാർ? താൽക്കാലിക എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലാവാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാവുന്നത്. ഈ തേഞ്ഞ ഭാഗത്തിനെ നമുക്ക് തിരിച്ച് വേറെ ശസ്ത്രക്രിയ വല്ലതും ഉണ്ടോ സാർ? ശസ്ത്രക്രിയകളുണ്ട്. ശസ്ത്രക്രിയകൾ ശാശ്വതമായിട്ട് പെർമനന്റ് ആയിട്ട് ഇതിനൊരു പരിഹാരമായി മാറുമോ? അതിലിപ്പോൾ നമുക്ക് തുടക്കത്തിലെ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ
നമുക്കൊരു ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി അഥവാ ഈ മുട്ടിൻ്റെ ഭാഗത്തുള്ള എല്ല് വളവ് നിവർത്താനുള്ള ശസ്ത്രക്രിയയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തേഞ്ഞ ഭാഗം നന്നായിട്ട് വരുന്നത് കാണാറുണ്ട്. അതായത് തേഞ്ഞ ഭാഗത്ത് പുതിയ കാർട്ടിലേജ് വരുന്നത് കാണാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ മരുന്ന് കഴിക്കുന്നുണ്ട്. വേറെ വല്ല പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുള്ള ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ വേറെ വല്ല സൈഡ് എഫക്റ്റോ മറ്റു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സാർ? ഈ ഇംഗ്ലീഷ് മരുന്നുകളിൽ ഇതിൻ്റെ തുടക്കത്തിലെ സ്റ്റേജുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ ഇത് വീണ്ടും വീണ്ടും വേദന വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരും. ഈ വേദന സംഹാരികൾ ഒരു പരിധി വിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക. അതായത് ഇപ്പോൾ തുടക്കത്തിലെ സ്റ്റേജാണ്. ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടിട്ട് ഈ വേദന സംഹാരിയാണ് അവർ കൂടുതലും തരുന്നത്. അത് കാരണം എനിക്ക് വലിയൊരു വയറിനകത്ത് വേദന, ഗ്യാസ്, മറ്റ് അസ്വസ്ഥതകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നുണ്ടേ. അതെ അതെ. അപ്പൊ അത് ഇത് വേദന സംഹാരിയാണ് എല്ലാ പരമാവധി ഡോക്ടർമാരും തരുന്നത്. അപ്പൊ അത് ഒരു ദോഷകരമായല്ലേ സംഭവിക്കുക. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾ അതിൻ്റെ സ്റ്റേജും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം. ചിലപ്പോൾ MRI സ്കാനും ചെയ്ത് നോക്കേണ്ടി വരും. അതനുസരിച്ച് എന്താണ് നിങ്ങൾക്കിപ്പം ഈ വേദന സംഹാരികൾ അധികം ഉപയോഗിക്കാത്ത വിധത്തിൽ ഏറ്റവും നല്ല ചികിത്സ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ തുടക്കത്തിലെ സ്റ്റേജ് ആണെങ്കിൽ ഓർത്തോ വിഭാഗം ഡോക്ടറെ കണ്ടാൽ മതി. അതല്ലാതെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുണ്ട് ഓർത്തോയിൽ, ഇതല്ലാതെ മുട്ടുവേദനയ്ക്ക്, സന്ധിവേദനയ്ക്കൊക്കെ? അതെ, മുട്ട് മാറ്റിവെക്കുന്ന വിദഗ്ധരാരെയും കണ്ടാൽ മതി. ശരി, നിസാമുദ്ദീൻ വേങ്ങരയിൽ നിന്നും ജിഫാൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജിഫാൻ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. BHM ആശുപത്രിയിലെ ഡോക്ടർ നിഖിൽ CS നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടറോട് ചോദിക്കാം. പറഞ്ഞോളൂ. ഈ കുറെ നേരം നടന്നു കണ്ടൊക്കെ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കണ സമയത്ത് പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഇരിക്കുന്ന സമയത്ത് കാലിന് ഇങ്ങനെ നീട്ടി വെക്കേണ്ട അവസ്ഥ വരാണ്. കാല് മടക്കിയിട്ടൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ജിഫാൻ, സംസാരിക്കുമ്പോൾ TV-യിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കുക, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക കേട്ടോ. ചോദിച്ചോളൂ ജിഫാൻ, ചോദിച്ചോളൂ. നമ്മൾ കുറെ സമയം ഇരിക്കുന്ന സമയം. ഷിഫാൻ, എനിക്ക് നിങ്ങളുടെ സംശയം മനസ്സിലായി. നിങ്ങളുടെ എത്ര വയസ്സായി എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം പറഞ്ഞോളൂ. കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പോൾ രണ്ടുപേര് വിളിച്ചത് പുരുഷന്മാരാണ്. പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ കൂടുതലായിട്ട് മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത്? സാധാരണ കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണാറ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ സാധാരണ തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഈ മുട്ട് മാറ്റിവെക്കുന്ന എത്തുന്ന പേഷ്യൻസിൽ ഒരു 80% 80% സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് അവരുടെ എല്ലിന് പുരുഷന്മാരെക്കാൾ ഡെൻസിറ്റി കുറവാണ്. പിന്നെ അതേപോലെ തന്നെ മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ചേഞ്ചസും ഇതെല്ലാം കാരണം സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണാറ്. ഡോക്ടർ, ഈ ചെറിയ കുട്ടികളിൽ എല്ലിൻ്റെ തേയ്മാനം, മുട്ടിൻ്റെ തേയ്മാനമൊക്കെ ഉണ്ടാവാറില്ലേ? അത് എന്തുകൊണ്ടായിരിക്കാം? ചെറിയ കുട്ടികൾ സാധാരണ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. അതിനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം പോലുള്ള വാദസംബന്ധമായ അസുഖങ്ങൾ കാരണം ഇവർക്ക് തേയ്മാനവും കാർട്ടിലേജിനുള്ള ഡാമേജും എല്ലാം വരാറുണ്ട്. പിന്നെ മറ്റൊന്നുള്ള എന്ന് പറയുന്നത് മുട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഇടുപ്പിൽ ഇതിലൊക്കെ പഴുപ്പ് വരുന്നതാണ്. സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ആ അഗ്രഭാഗത്തുള്ള കാർട്ടിലേജ് മുഴുവൻ തേഞ്ഞു പോകും. അങ്ങനെ ആണ് അവരിൽ സാധാരണ കാണാറ്. ഡോക്ടർ തുടരെ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് മുബാറക് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മുബാറക്, BHM ആശുപത്രിയിലെ ഡോക്ടർ നിഖിൽ CS ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ മുബാറക്കാണ്. പറഞ്ഞോളൂ മുബാറക്. എനിക്ക് രണ്ട് മുട്ടിനും ഈ നല്ല ചെറിയ വേദനയുണ്ട് നന്നായിട്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് നേരത്തെ ഒരു 115 കിലോ ഉണ്ടായിരുന്നു വെയിറ്റ്. ഇപ്പൊ ഏകദേശം ഒരു 95 കിലോ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു സ്ഥിരം എക്സസൈസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കടലിൽ വല വീശുന്നില്ലേ, അത് ഞാൻ സ്ഥിരമായിട്ട് വീശാറുണ്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ കുറഞ്ഞു വരുന്നു, അത് ഉണ്ടാവുന്നില്ല. അല്ല, അത് പോയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ അത് കൂടുന്നു. അപ്പൊ അതിനെ കൊണ്ട് നമുക്ക് ഇപ്പൊ 55 വയസ്സായി. അപ്പൊ അതിനെ കൊണ്ട് വേറെന്തെങ്കിലും ദോഷമുണ്ടോ?
ഈ എക്സസൈസിനോട് ഈ വല വീശുന്നോണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ചിലപ്പോ പോയി 2 മണിക്കൂറൊക്കെ ചെയ്യും. ആക്ച്വലി ഒരു മീനിന് വേണ്ടിയിട്ടല്ല, നമുക്കൊരു എക്സസൈസ്, ഒരു ഹോബിയാണത്. അതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടോ ഡോക്ടറെ? അതിനെ കൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വല വീശുന്നതുകൊണ്ട് എനിക്ക് മുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുമോയെന്ന് എനിക്കറിയില്ല. ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മുട്ടിൽ വല വീശുമ്പോൾ എങ്ങനെയാ അത് വരുന്നത് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു തരാൻ പറ്റില്ല. മനസ്സിലാവുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. ഓക്കെ, അല്ല അത് മുട്ടുവേദന ഉണ്ടാകുന്നില്ല, അത് അപ്പൊ കുറയുന്നു. ഓക്കെ, ചെയ്തുകൊണ്ട് ദോഷമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല അല്ല, വേറെ എല്ലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഷോൾഡർ ആണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ വല വീശുക എന്ന് പറയുമ്പോൾ നല്ല ഭാരമാണ് നമ്മൾ എറിയുന്നത്. അപ്പം ഷോൾഡറിലുള്ള പരിക്കുകളാണ് സാധാരണ ഈ വല വീശുന്ന അല്ലെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളിലൊക്കെ കാണാറുള്ളത്. അല്ല, നമ്മളൊരു മത്സ്യത്തൊഴിലാളിയല്ല, ഇതൊരു ഹോബിയാണ്. അങ്ങനെ ഒരു സ്ഥിരം ഹോബിയായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, ശരി. ശരി മുബാറക്, നമ്മൾ ഡോക്ടർ നേരത്തെ സംസാരിച്ചിരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന അപൂർവമായി ഉണ്ടാകുന്ന മുട്ടിൻ്റെ തേയ്മാനത്തെക്കുറിച്ചാണ്. ഈ മുതിർന്നവർക്ക് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കുമോ? അതേ ട്രീറ്റ്മെൻ്റ് അല്ല അത്. ഞാനിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഓരോ കോളർ വരുമ്പോഴും അവരുടെ ഏജാണ് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഏജ് അനുസരിച്ച് നമ്മുടെ അതിൻ്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള രോഗം എന്നുള്ളതും അതിനുള്ള ചികിത്സാ രീതികളും വ്യത്യാസമാണ്. അപ്പം ഓരോ പ്രായത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ ചികിത്സാ രീതികളാണ് നമ്മൾ നോക്കാറുള്ളത്. കുട്ടികളിലും പ്രായമായവരിലും വ്യത്യസ്തമാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ, കോഴിക്കോട് നിന്ന് ബിജിലാൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ഒപ്പം ചേരുന്നുണ്ട്. ബിജിലാൽ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. BHM ആശുപത്രിയിലെ ഡോക്ടർ നിഖിൽ CS ആണ് നമ്മോടൊപ്പം ഉള്ളത്. ബിജിലാലിനെ സംസാരിക്കാം. അതായത് പറഞ്ഞോളൂ ബിജിലാൽ. വലത് മുട്ടിന്റെ ഇടത് സൈഡിൽ നടുക്ക് ഭാഗത്തായിട്ട് ഭയങ്കര വേദന, നടക്കുമ്പോ കൂടുതലാണ്. പറഞ്ഞോളൂ. അത് വലത് മുട്ടിന്റെ ഈ ഇടത് ഭാഗത്ത് ഭയങ്കര വേദന. ഓക്കെ, ഇരിക്കാനും പറ്റുന്നില്ല, നടക്കുമ്പോൾ കൂടുതൽ വേദനയാണ്. ഇത് എത്ര നാളായി വേദന തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു മാസമായി. ബിജിലാലിന്റെ പ്രായം എത്രയായി? ഏകദേശം ഒരു 46 വയസ്സായി. ഈ വേദനയുടെ കൂടെ മുട്ടിന് ചുറ്റും നീരോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നീരുണ്ട്. മുട്ട് മടക്കാനും നിവർത്താനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അതെ അല്ലേ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? എക്സസൈസ്? ഇല്ല, ഞാൻ രാവിലെ നടക്കലും. എന്തെങ്കിലും പരിക്ക് പറ്റുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത ഈ ഒരു മാസത്തിനുള്ളിൽ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നതിന് ഈ രോഗി അല്ലെങ്കിൽ ഈ വിളിച്ച ആൾ സംസാരിച്ച പോലെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടുള്ള വേദനയാണ് ഈ തേയ്മാനത്തിൻ്റെ തുടക്കത്തിലെ ലക്ഷണമാണിത്. സാധാരണ മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് അഥവാ ഉള്ളിലുള്ള ഭാഗത്താണ് ഈ വേദനയും നീർക്കെട്ടും സാധാരണ കണ്ടുവരാറ്. ഇതൊരു തേയ്മാനത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ബിജിലാൽ, നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് ഒരു എക്സ്റേ എടുത്ത് നോക്കി അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. ശരി, വിജിലൻ്റെ കോള് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നും രതീഷ് എന്ന പ്രേക്ഷകന് ചേരുന്നുണ്ട്. രതീഷ്, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ നിഖിൽ CS ഒപ്പം ഉണ്ട്. ചോദിക്കാം, സംശയങ്ങൾ ചോദിച്ചറിയാം. രതീഷ് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നു. അതെ, ഈ കൂടുതലായിട്ട് നമ്മൾ നടത്തവും ഓട്ടമൊക്കെ വരുമ്പോഴേ മുട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുട്ടിന് ഭയങ്കര വേദനയും നീരും വരുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ. രണ്ട് മുട്ടിനുണ്ടോ ഒരു മുട്ടിന് മാത്രമാണോ? ഒരു മുട്ടിന് മാത്രമേ ഉള്ളൂ. രതീഷ് എന്ത് ജോലിയാണ് സാധാരണ ചെയ്യാറ്? സാധാരണ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അല്ലേ? മുട്ടിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ വേദനയ്ക്ക് മുമ്പായിട്ട്? ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. നേരത്തെ വിളിച്ച കോളർ സംസാരിച്ച പോലെ തന്നെ ഇതിലും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ചാൻസ് ഒരു തുടക്കത്തിലുള്ള ഒരു തേയ്മാനത്തിൻ്റെ ലക്ഷണമോ അതല്ലെങ്കിൽ മുട്ടിൻ്റെ ഉള്ളിലുള്ള ലിഗമെൻറ്റിൻ്റെ എന്തോ ഡാമേജോ പറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾ കൂടുതൽ പരിശോധനകൾ ചെയ്യണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ടൊരു. ഇതുപോലെ കുറച്ച് മുന്നേ ഒരു 1.5 കൊല്ലം മുന്നേ ഉണ്ടായപ്പോ ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞായിരുന്നു. അന്ന് എക്സ്റേയും സ്കാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അന്ന് എക്സ്റേ സ്കാനിങ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോ ഞാനത് പിന്നെ ഒഴിവാക്കി കുറച്ച് ആയുർവേദം കാണിച്ച് അങ്ങനെ ആണ് മാറിപ്പോയി. പിന്നെ കൂടുതൽ വർക്കിംഗ് വരുമ്പോ കൂടുന്നത് അല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നതേ. എനിക്ക് തോന്നുന്നു രതീഷ്, നിങ്ങൾ അധികം വൈകാതെ ഒരു ഡോക്ടറെ വീണ്ടും കാണിക്കുക.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ തേയ്മാനം തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല എന്താ പറയുക ശസ്ത്രക്രിയകളോ എന്തെങ്കിലും വെച്ച് നമുക്ക് മുട്ടിനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആ ഒരു ലെവലിലേക്ക് എത്തും ചിലപ്പോൾ. അപ്പോൾ തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റാവുന്ന അസുഖമായിരിക്കാം, അല്ലെങ്കിൽ പരിക്കായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കുക, അതിനുള്ള തക്കതായിട്ടുള്ള ചികിത്സ തേടുക. ശരി രതീഷ്, കണ്ണൂരിൽ നിന്ന് ബിജു എന്ന പ്രേക്ഷകനും ചേരുന്നുണ്ട്. ബിജു, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടർ കൂടെയുണ്ട്, ചോദിക്കാം. സാറേ, ഞാൻ ബിജു എന്ന് പറഞ്ഞ ആളാണ്. പറഞ്ഞോളൂ ബിജു. എന്റെ കാലിന്റെ മുട്ടിന്, രണ്ട് മുട്ടിനും നല്ല വേദന, അതായത് ഇന്നത്തെ കേൾക്കാന് ഒക്കെ വേദന. ഞാൻ ലോഡിങ്ങിന്റെ പണിയെടുക്കണം, മരത്തിന്റെ ലോഡിംഗ് ആണ്. ഹലോ, പറഞ്ഞോളൂ. എന്റെ കാലിന്റെ മുട്ടിന്, ഹലോ ഒരു സെക്കൻഡ്. സാർ, എന്റെ കാലിന്റെ മുട്ടിന്, രണ്ട് മുട്ടിനും വേദന, അതായത് ഇരുന്ന് കേൾക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ലോഡിങ്ങിന്റെ പണിയാണ് എടുക്കുന്നത്, മരത്തിന്റെ ലോഡിംഗ് ആണ്. ആദ്യം തൊട്ടേ മരത്തിന്റെ പണിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. മരം തോളും മുറിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പം രണ്ട് കാലിൽ ഇങ്ങനെ വേദന, അത് തേയ്മാനമാണോ എന്താന്നുള്ളതിനെ പറ്റി അറിയാൻ വേണ്ടിയായിരുന്നു. ബിജുവിന് എത്ര വയസ്സായി ഇപ്പോൾ? എനിക്കിപ്പോ 44 വയസ്സായി. 44 വയസ്സായി അല്ലേ? ഈ വേദനയുടെ കൂടെ, ഈ മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടുള്ളതിന്റെ കൂടെ നീർക്കെട്ടൊക്കെ വരുന്നുണ്ടോ? അവിടെ നീർക്കെട്ടൊന്നും കാണുന്നില്ല. അത് ഈ വേദന എനിക്ക് നടുവിനും എല്ലാം വേദനയുണ്ട്. നടുവിന്, കയ്യുടെ ജോയിന്റിനൊക്കെ ചിലപ്പോൾ വേദന വരും, ചിലപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് ഈ മുട്ടിന് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട് ശരിക്കും. നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലാണോ കൂടുതൽ വേദന വരാറ്? വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞ വേദന കുറവായിരിക്കും. വേദന കുറവാണല്ലേ? ഇതിനെ വർക്ക് ചെയ്യുമ്പോൾ വേദനയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ യാതൊരു വിഷയമില്ല. ഇപ്പൊ ഈ മുട്ടുവേദന മടങ്ങാൻ വേണ്ടിയിട്ട് മടങ്ങുമ്പോൾ വിഷമാണ്, മുട്ടുവേദന ഉണ്ടാവും ചില ദിവസങ്ങൾ. പിന്നെ ഈ മുട്ടിന്റെ ഈ വളത്തെ മുട്ടിന്റെ അവിടുന്ന് എന്തോ ഒരു ഇങ്ങനെ സാധനം ഇങ്ങനെ തെന്നുന്ന പോലെ തോന്നുന്നു. അല്ലാതെ അതിന് കൈ കൊണ്ട് തട്ടി ചെയ്യുമ്പോൾ പിന്നെ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഒരു ബോൾ പോലെ എന്തോ ഒരു സാധനം വലത്തെ മുട്ട്, ആ മുട്ടിനാണ് ഏറ്റവും കൂടുതൽ വിഷയം. ഇപ്പുറത്തെ മുട്ടിന് വേദന ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഈ വലത്തെ മുട്ടിനാണ് ഇച്ചിരി കൂടുതലായിട്ട് വിഷമം തോന്നുന്നത്. ബിജു, ഇത് എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം, ഒരു ഓർത്തോ എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇതിപ്പോൾ ഒരു സാധാരണ ഒരു തേയ്മാനമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. ഓക്കെ, കാരണം സാധാരണ തേയ്മാനങ്ങൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലാണ് വേദനയും കാര്യങ്ങളൊക്കെ കൂടാറ്. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ അധികം വേദന ഇല്ല, അതല്ലാതെ ഉള്ള സമയങ്ങളിലാണ് വേദന അനുഭവപ്പെടുന്നത്. അതും തുടക്കത്തിലുള്ള നടുവിനൊക്കെ വേദന ഉണ്ടാവും. നമ്മൾ ചുമ്മാ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും, ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. താനൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഹസൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹസൻ, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഹസൻ, ഡോക്ടർ കൂടെ ഉണ്ട്, ചോദിക്കാം. അത് സാറേ, പറഞ്ഞോളൂ. ഞങ്ങള് ഇപ്പൊ 2 വർഷങ്ങളായി മുട്ടിന് തേയ്മാനം പറഞ്ഞ് പലയിടത്തും കാണിച്ചു, പല ഡോക്ടറും കാണിച്ചു. എന്നിട്ട് അതിന് ഒരു സമാധാനം ഇല്ല. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കാൻ പറ്റില്ല, കിടന്നാൽ എണീക്കാൻ പറ്റില്ല, 5 മിനിറ്റ് കഴിയണം എണീക്കണമെങ്കിൽ. അപ്പൊ പോണോടത്തൊക്കെ പറഞ്ഞ മുട്ട് തേയ്മാനാണ്. അതിന് മുട്ട് തേയ്മാനക്ക് വേണ്ടി നോക്കിയിട്ട് ഒരു സമാധാനം ഇല്ല. അത് ജാസ്തിയാന്നല്ല, കുറവില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ എക്സ്റേ എടുത്ത്, പിന്നെ ഈ ചില്ലി വെച്ചിട്ട് കുറെ അറുത്ത് വെച്ചിട്ട് പലതൊക്കെ കുറച്ച് മരുന്നൊക്കെ തേച്ചിട്ട് പലതും ചെയ്തിന്. അതായത് വാസ്റ്റർ ഇട്ടിന്, കുറച്ച് ആൾക്ക് വാസ്റ്റർ ഇട്ട് നടന്നിക്കണ് മുട്ടിന്റെ അവിടെ. ഒരു സമാധാനം ഇല്ല. അപ്പൊ ഇപ്പോഴും കൂടുതലാണ്. കിടന്നാല് എണീക്കാൻ പറ്റില്ല, ഇരുന്നാൽ എണീക്കാൻ പറ്റൂല, നിസ്കാരത്തിൽ അത്യാവശ്യം ഇരിക്കാൻ പറ്റൂല, മുമ്പിട്ട് നിൽക്കാൻ പറ്റൂല, അങ്ങനാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിപ്പം കേട്ടിട്ട് എനിക്ക് പറഞ്ഞ പോലെ തേയ്മാനം എന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത് അല്ലേ? എല്ലാ ഡോക്ടർമാരും പറഞ്ഞ തേയ്മാനം. ഇതിപ്പോ ഇന്നിപ്പോ കാണിച്ച് നമ്മളെ അടുത്ത് താനൊരു ജീറ്റ ആസ്പത്രി ഉണ്ട്, അവിടെ കൊണ്ട് കാണിച്ചപ്പോഴും പറഞ്ഞ് പല ടെസ്റ്റുകൾ നമ്മൾ നടത്തിയാണ് കൊണ്ടുപോയപ്പോ പറഞ്ഞ് മുട്ട് തേച്ചിലുണ്ടോന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പൊ ആ മുട്ട് തേച്ചിലുണ്ട്, അതിന്റെ കാരണമെന്ന് പറഞ്ഞു വേദന. മുട്ട് തേയ്മാനം ഈ നിങ്ങൾ ഇപ്പം പറഞ്ഞു വെച്ചിട്ട് രോഗിക്ക് ഇപ്പം
ഒന്ന് നേരാവണ്ണം നടക്കാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല നടക്കും കൂടുതലൊക്കെ വരും. നമ്മളിപ്പോ ഒരു പിന്നെ 1 കിലോമീറ്റർ നടക്കാറുണ്ടെങ്കിൽ 4 കിലോമീറ്റർ 30 എത്തപ്പെടുള്ളൂ. നമ്മൾ 1 കിലോമീറ്റർ എത്തും, മറ്റാള് 4 മിനിറ്റ് എത്തും. ഇതിന് ഫിസിയോതെറാപ്പി എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് കാണിച്ചിട്ട് ഇതിനിപ്പോൾ വേണ്ടിവരും മിക്കവാറും ഫിസിയോതെറാപ്പി എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ പറഞ്ഞ ലക്ഷണം വെച്ച് തേയ്മാനം അത്യാവശ്യം കുറച്ച് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ മുട്ട് മടക്കാനും നടക്കാനുള്ള സ്പീഡ് കുറഞ്ഞതും നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനൊരു നന്നായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്, ശസ്ത്രക്രിയയാണ്, മുട്ട് മാറ്റി വയ്ക്കലോ. അത് കോഴിക്കോട് കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. അതെ, അപ്പൊ അത് ചെയ്യായിരിക്കും നല്ലത്. ഓപ്പറേഷൻ ഇങ്ങനെ പോയില്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിൽ വരണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. അതെ അതെ അതെ. അത് ആ മുട്ടിന്റെ ഉള്ളിൽ 4 സൂചി വെച്ചിരിക്കണം ആദ്യം. ഓക്കെ, എന്നിട്ടൊന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കണ്ടതിലും കൂടുതലാണ്, കുറവില്ല. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഗുളിക കഴിക്കുമ്പോ മാത്രം സമാധാനം ഉണ്ടാവും. അതെ അതെ അതെ. ഗുളിക കഴിച്ചാൽ ഗുളിക ഒരു ദിവസത്തേക്ക് നിർത്തിയാൽ തന്നെ പിന്നെ വേദനയായി. ഓക്കെ, അതാണ് കൂടായാല്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മുട്ട് മാറ്റിവെക്കലാണ് ഇതിന്റെ ചികിത്സ. കാരണം അതും പറഞ്ഞിരുന്നു. കാരണം ഗുളിക കഴിച്ചിട്ട് പോലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാത്ത സ്ഥിതിക്ക് അത് ഓപ്പറേഷൻ ചെയ്യാണ് നല്ലത്. ഡോക്ടറിന്റെ ഒരു ചെലവ് എത്രയായിരിക്കും വരിക? ഏകദേശം ഒരു 1.8 lakh ഒക്കെയാണ് ഇപ്പോൾ സാധാരണ വരുന്നത് മുട്ട് മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ശരി ഹസൻ, ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നും സുരേഷ് എന്ന പ്രേക്ഷകനും ചേരുന്നുണ്ട്. സുരേഷ്, സ്വാഗതം നമ്മുടെ ഡോക്ടറിലേക്ക്. ഡോക്ടറൊപ്പം ഉണ്ട്, ചോദിക്കാം. സംസാരിച്ചോളൂ സാറേ. ഞാൻ സുരേഷാണ്. പറഞ്ഞോളൂ. ഇത് എനിക്ക് ചെറുതായിട്ടൊരു കച്ചവടമാണ്. അപ്പൊ നമ്മളിവിടുന്ന് വെയിറ്റ് തൂക്കിയിട്ട് എറണാകുളം പോയിട്ട് കച്ചവടം. അപ്പൊ കാലിന്റെ മുട്ട് നല്ല വേദന ചില സമയത്ത്. അപ്പോ അതേമാതിരി നമ്മൾ കിടക്കണ സമയത്ത് പെട്ടെന്ന് എണീക്കുമ്പോ കുറച്ചു നേരം എണീച്ച് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അതേമാതിരി ബസ്സിലായാലും നമ്മൾ പെട്ടെന്ന് എണീച്ച് കഴിഞ്ഞ് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വേദനയാണ്, ഒരു പിടുത്തം മതിരിയാണ്. ഒരു മുട്ടിനുള്ള 2 മുട്ടിനുണ്ടോ? ഒരു മുട്ടിനേ ഉള്ളൂ സാറേ. ഒരു മുട്ടിനുള്ളൂ. ആ മുട്ടിൽ എന്തെങ്കിലും പരിക്ക് പറ്റുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുമ്പ്? അങ്ങനെയൊന്നുമില്ല. ഇതെന്തെങ്കിലും ഞാന് എറണാകുളത്തുള്ള സമയത്ത് നമുക്ക് അങ്ങനെ വെയിറ്റ് എടുത്തിട്ട് കച്ചവടം ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് പോണതേ. അപ്പൊ കയ്യിൽ എന്തായാലും ഒരു 9 കിലോ 10 കിലോ നമുക്ക് വെയിറ്റ്, നല്ല വെയിറ്റ് വരുന്നുണ്ട്. 2 കയ്യിലും വരും. അപ്പൊ അതാണ് ഇപ്പൊ വേദന വരണം. അതിപ്പോ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ട് സാറിനൊന്ന് വിളിച്ചത്. ഈ ലക്ഷണങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തേയ്മാനത്തിന്റെ ലക്ഷണങ്ങളാവാം. ഓക്കെ, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് സാറേ? നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ ഇവിടെ കുന്നംകുളത്ത് തന്നെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ ഗുളിക കഴിക്കുമ്പോ ഭേദാവുണ്ട്. എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? വീണ്ടും വേദന തുടങ്ങി. എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നോ? എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറെ കാണിച്ചാൽ എക്സ്റേ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ തേയ്മാനാണോ എന്നൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഗുളികയുടെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നല്ല വ്യത്യാസം വരുന്നത് കാണാറുണ്ട്. കാലിൻ്റെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ ഒന്ന് ബലം വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഫിസിയോതെറാപ്പി അവർ പഠിപ്പിച്ചു തരും. അത് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ നല്ലൊരു പരിധി വരെ ഈ സ്റ്റേജിൽ മാറ്റാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ശരി സുരേഷ്. ഡോക്ടർ ഇപ്പോൾ വിളിച്ച എല്ലാവരും തന്നെ 40 വയസ്സിന് മുകളിലേക്കുള്ളതാണ് എല്ലാവരും വിളിക്കുന്നത്. ഡോക്ടർ, ഇത് ഒരു പ്രായപരിധിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇതിന് മുൻപേ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും മുൻകരുതൽ നടത്താൻ പറ്റുമോ? മുൻകരുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുൻകരുതൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓവർ വെയിറ്റ് ആണ്. തടി കുറയ്ക്കുക പറ്റുമെങ്കിൽ അതാണ് ഒരു നമുക്ക് മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുട്ടിലേക്കുള്ള ലോഡ് കുറയും. ഈ മസിലായിരിക്കും കൂടുതലായിട്ട് ലോഡ് എടുക്കുക. അപ്പോൾ ഈ തേയ്മാനം വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഡോക്ടർ, ഇത് വ്യായാമം തന്നെയാണോ ഇതിനൊരു മുൻകരുതലായി എടുക്കാൻ പറ്റുന്നൊരു കാര്യം? അതെ, വ്യായാമം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയാണ് ഈ തേയ്മാനത്തിൻ്റെ എല്ലാ സ്റ്റേജുകളിലും ഇതിൻ്റെ ചികിത്സയുടെ ഏറ്റവും
മെയിനായിട്ടുള്ള കോർണർ സ്റ്റോൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ്. അതിപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിലും ശരി, അവസാന സ്റ്റേജ് നമ്മളിപ്പം മുട്ട് മാറ്റി വയ്ക്കേണ്ട സ്ഥിതി ആണെങ്കിൽ പോലും ഫിസിയോതെറാപ്പി ചെയ്ത് മുട്ടിനെ ചുറ്റുമുള്ള മസിലിനെ ബലമേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എക്സസൈസിന് പ്രധാനമായിട്ടുള്ള റോളുണ്ട്. ഇതിന് ഏതൊക്കെ ശസ്ത്രക്രിയകളാണ് ഡോക്ടർ ഉള്ളത്? ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സ്റ്റേജ് 1 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ചെറുതായിട്ട് തേഞ്ഞ് തുടങ്ങുക. അങ്ങനെയൊക്കെ തുടങ്ങുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ഒന്നും ഇല്ലാതെ തന്നെ എക്സസൈസ്, ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി, പിന്നെ ഗുളികകൾ കഴിക്കുക, കാർട്ടിലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഗുളികകൾ, പിന്നെ മുട്ടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാവുന്ന ഹൈലറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻസ്, PRP ഇഞ്ചെക്ഷൻ, ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം അത്യാവശ്യം നന്നായിട്ട് തേഞ്ഞു തുടങ്ങി, പക്ഷേ ബാക്കി എല്ലാ ഭാഗങ്ങളും നന്നായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേജുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ TBL ഓസ്റ്റിയോട്ടമി അഥവാ മുട്ടിൻ്റെ വളവ് നിവർത്തുന്ന ഓപ്പറേഷൻസ്. അതിലും നമുക്ക് മുട്ട് മാറ്റി വയ്ക്കാതെ നമ്മുടെ മുട്ട് തന്നെ വെച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാവുന്ന. ഇതിന് ചിലവ് എത്ര മുതൽ എത്ര വരുന്നുണ്ടോ? ഏത് ഹൈ TBL ഓസ്റ്റിയോട്ടമി നമ്മൾ ചെയ്യുക, അതിലുപയോഗിക്കുന്ന ഇതിനനുസരിച്ചിരിക്കും ഏകദേശം വില. എന്നാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 70,000-നും 1,00,000-നും ഇടയിലൊക്കെയാണ് ഏകദേശം അതിൻ്റെ ഒരു ചാർജ് വരാറ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും യൂണി കമ്പാർട്ട്മെൻറ്റൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് തേഞ്ഞ ഒരു ഭാഗം മാത്രമായിട്ട് മാറ്റി വയ്ക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ അത്ര അധികം ഇത് വന്നിട്ടില്ല, അതിന് പോപ്പുലാരിറ്റി വന്നിട്ടില്ല. നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, അതായത് മുട്ടും പൂർണ്ണമായി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വയ്ക്കൽ എന്നുള്ളതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുട്ട് കംപ്ലീറ്റ് മാറ്റി വയ്ക്കുകയല്ല ചെയ്യുന്നതിൽ, നമ്മൾ ആ തേഞ്ഞ ഉപരിതലം മാത്രം നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരി, സമയപരിമിതി മൂലം ഇടപെടുകയാണ് ഡോക്ടർ. വളരെയധികം നന്ദി നമ്മുടെ ഡോക്ടർ അതിഥേയത്തിന്. താങ്ക് യു.